എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കസിൻസും അവരുടെ മക്കളും കൂടി ഒരുമിച്ച് കൂടിയാൽ നല്ല രസമായിരിക്കുമല്ലേ. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞ് 4 ഭാഗത്തേക്ക് തിരിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം മക്കളും കൊണ്ട് റിയൂണിയൻ ചെയ്യുമ്പോൾ അതൊരു വേറെ വൈബാണ് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾക്കും വന്നെത്തി. 2023 ഡിസംബർ 31 അവിസ്മരണീയമായ മുഹൂർത്തം നടന്നത്. ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തു. എപ്പോഴും കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ പ്ലാൻ ചെയ്യുന്നതൊന്നും നടക്കാറില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത കാര്യം പെട്ടെന്ന് തന്നെ നടന്നു. നടക്കാനും കാര്യമുണ്ടായിരുന്നു. അന്ന് ക്രിസ്മസ് ലീവായിരുന്നു. ഈ ഒരു ലീവിൽ എല്ലാവരും ഫ്രീ ആയിരുന്നു. അങ്ങനെ വയനാട്ടിലേക്കുള്ള യാത്ര ആരംഭിക്കുകയാണ്. ടൂറിസ്റ്റ് ബസ് നല്ല ഒന്നാം തരം ബസ് തന്നെയായിരുന്നു. ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഉയരത്തിൽ ഇരുന്നു കൊണ്ട് പുറലോക കാഴ്ചകൾ നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നതാണ്. ഫ്രൂട്ട്സ്, പച്ചക്കറി, വഴിയോര കച്ചവടങ്ങൾ, പുതിയ കെട്ടിടങ്ങൾ, ഫ്ലെക്സ് ബോർഡുകൾ, നാട്ടിൽ വന്ന ഓരോ മാറ്റങ്ങളും ഇവയൊക്കെ എത്ര ആസ്വദിച്ച് കണ്ട് ഒരുപാട് നാളായി. നമ്മൾ കാറിൽ പോകുന്നതിനേക്കാൾ എത്ര മനോഹരമാണ് ബസ്സിലൂടെയുള്ള യാത്ര. താമരശ്ശേരി ചുരം വഴി വയനാട്ടിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ തന്നെ വയനാട് എന്ന സുന്ദരിയുടെ സൗന്ദര്യം ആസ്വദിച്ചു തുടങ്ങാം. പിന്നീട് അങ്ങോട്ട് കാഴ്ചയുടെ പൊൻവസന്തമാണ് കേട്ടോ. എടക്കൽ ഗുഹ, കുറുവ ദ്വീപ്, പൂക്കോട്ട് തടാകം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, ബണാസുര സാഗർ അണക്കെട്ട്, മുത്തങ്ങാവനം, പക്ഷിപാതാളം തുടങ്ങിയ സ്ഥലങ്ങൾ വയനാട്ടിലെത്തിയാൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ് കേട്ടോ. ആദ്യം ഞങ്ങൾ പൂക്കോട്ട് തടാകത്തിലാണ് പോയത്. 13 ഏക്കറിലായി പരന്ന് കിടക്കുന്ന പൂക്കോട്ട് തടാകം ബോട്ട് യാത്രക്കും യോജിച്ച ഇടമാണ്. പക്ഷേ അവധിക്കാലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. കാഴ്ചകൾ കണ്ട് തടാകത്തിന് ചുറ്റുമുള്ള നടപ്പാത വഴി ആസ്വദിച്ച് ഞങ്ങൾ നടന്നു. കാട് അതിരിടുന്ന പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ കുരങ്ങുകൾ ഇവിടെയുണ്ട്. ഭക്ഷണ സാധനങ്ങളും എന്തും കുരങ്ങുകൾ തട്ടിപ്പറിക്കാൻ സാധ്യത ഏറെയായിരുന്നു. കുട്ടികൾക്ക് പാർക്കിൽ കളിക്കാനും മുതിർന്നവർക്ക് പെഡൽ ബോട്ടിൽ തടാകം ചുറ്റാനും കഴിയുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറുവ ദ്വീപ് യാത്ര തിരിച്ചത്. കൽപ്പറ്റയിൽ നിന്നും 40 കിലോമീറ്റർ ഉണ്ട് കുറുവ ദ്വീപിലേക്ക്. സുന്ദരമായ പ്രകൃതിയിലൂടെ ദീർഘമായ നടത്തം ആസ്വദിക്കാനും പറ്റിയ ഒരു ഇടമാണ് കേട്ടോ. കുറുവ ദ്വീപിലെത്തുന്നവർ കബനി നദിക്ക് കുറുകെയുള്ള ചങ്ങാടത്തിൽ യാത്ര ചെയ്തില്ലെങ്കിൽ അതൊരു തീരാ നഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ അതിലൂടെ സഞ്ചാരം വളരെ മനോഹരമായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് മനോഹരമായ കരലാട് തടാകമായിരുന്നു. ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 4 മണിയായിരുന്നു. കുറച്ച് ബോട്ടിങ് നടത്താൻ പറ്റിയ സമയമായിരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ശുദ്ധജല തടാകമാണ്. വളരെ ശാന്തമായ സ്ഥലമാണിത്. വയനാട്ടിൽ വന്ന ഞങ്ങൾക്ക് മിസ്സായി പോയത് മുത്തങ്ങാവനമാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മൈസൂരിലേക്കുള്ള റോഡിലാണ് മുത്തങ്ങ സ്ഥിതി ചെയ്യുന്നത്. കർണാടകത്തിലെ ബന്ദിപ്പൂർ, തമിഴ്നാട്ടിലെ മുതുമല, കടുവ സങ്കേതങ്ങൾ എന്നിവ മുത്തങ്ങയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. മുത്തങ്ങ വനത്തിനുള്ളത് താമസിച്ച് വനത്തെ അടുത്തറിയാനും അവസരമുണ്ട്. പക്ഷേ സമയം പരിമിതമായതിനാൽ ഞങ്ങൾക്ക് അവിടേക്ക് പോവാൻ സാധിച്ചില്ല. എങ്കിലും ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു യാത്രയായിരുന്നു. 2023 മറക്കാൻ പറ്റാത്ത ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസം. കൂട്ടുകുടുംബം എന്താണ്, കുടുംബക്കാർ ആരാണെന്ന് പോലും കുട്ടികൾക്ക് അറിയാത്ത ഈ കാലത്ത് ശരിക്കും ഈ ഒരു യാത്ര കുട്ടികളുടെ കണ്ണ് തുറക്കാൻ സഹായിച്ചു. വെറുതെ വയനാട്ടിൽ വന്ന് പോകുക എന്നുപരി വയനാടിനെ തൊട്ടറിയാനും പ്രകൃതി ഭംഗി ആസ്വദിക്കാനും എനിക്ക് കഴിഞ്ഞു. നഗരത്തിലെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഒരു ദിവസം മാറ്റിവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുക വയനാടാണ്. ഇത്രയും യാത്ര ചെയ്തതിൽ മനോഹരമായ യാത്ര എനിക്ക് തോന്നിയത് വയനാട്ടിലേക്കുള്ള യാത്രയാണ്.